അടിസക്കെ പഞ്ചിക്കാരനാണ് ഇവന്റ് ഓട്ടപ്പാച്ചിൽ കാണുമ്പോഴായിരിക്കും വായി ഗുളു വാങ്ങാൻ പോണതാണ്. വായി ഗുളു വാങ്ങാനൊന്നും പോണതല്ല. ഞങ്ങളുടെ പൊയ്യയിൽ വേറൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം കൂടി വന്നുകൊണ്ടിരിക്കേണ്ട, അതിനെപ്പറ്റി കുറച്ച് പറയാനാണ്. ഈ വഴി കാണുമ്പോൾ തന്നെ ഇവിടെ അടുത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ത് പരിപാടിയാണ്. ഒരു കുളിക്കടവിലോട്ട് പോണതാണ്. കുളിസീനൊന്നും കേട്ടോ, കുളിക്കടവിലോട്ട് മാത്രം ഒരു യാത്ര. ഒരുപാട് പേര് ഒരുപാട് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ സ്ഥലം. ഈ സ്ഥലം വരുന്നതില്ലേ പുത്തമ്പേലിക്കരെന്നും പറയുന്നു മഞ്ഞ വഴി മാളയ്ക്കും കൊടുങ്ങല്ലൂർക്കും പൊയ്യെന്നും കൂടി പോണ വഴിയാണിത്. കൃത്യമായ സ്ഥലം പറയണെങ്കിൽ കുട്ടിച്ചിറ മണ്ണിക്കാട് എന്ന് പറയൂട്ട. അപ്പുറം ഭാഗം എറണാകുളം ഇപ്പുറം ഭാഗം തൃശ്ശൂർ, രണ്ടിന്റെ ഇടയിൽ ഒരു ബോർഡറിലാണ്ടാണ് ഈ കുളം കിടക്കുന്നത്. ഒരുപാട് റീൽസ് ഒക്കെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട് ഇത്. അതുകൊണ്ട് ഒരുപാട് പേരോട് വന്നുണ്ട്, അതേപോലെ ഒരുപാട് കാഴ്ചക്കാരും വന്നുണ്ട്. ഈ ഷാപ്പിന് വലം വെച്ചിട്ട് വേണോട്ടാ ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഫാമിലി ആയിട്ട് പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ വെള്ളത്തിൽ കൂടെ തന്നെ നടന്ന വഴിയുള്ളൂട്ട് അങ്ങോട്ട് പോകാനായിട്ട്. വേറെ വഴികളൊക്കെ പഞ്ചായത്ത് പണ്ടുണ്ടാക്കിയെങ്കിലും നല്ല നടപ്പുണ്ട്, ആ വഴികളൊക്കെ അടച്ചു പോയിട്ടാ. ആവശ്യത്തിന് നല്ല രീതിയിൽ ചെളിയും അതേപോലെ പുല്ലൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു പാടായതുകൊണ്ട് നല്ല രീതിയിൽ നടക്കാനായിട്ട് ദൂരം ഒരുപാടുണ്ട്. ഇവന്മാർക്ക് മാപ്പ് അറിയാത്തതുകൊണ്ട് വഴി അറിയാത്തതുകൊണ്ട് എന്റെ പാത പിന്തുടരുന്നത് ഇത്രത്തോളം പേര് ആസ്വദിച്ച് ഇതിലൂടെ പോയിരുന്നത്. നല്ലൊരു വൈബ് ആസ്വദിച്ച് പോകാനായിട്ടും അതേപോലെ നല്ല രീതിയിൽ കുളിച്ച് വരാനും പറ്റിയ ഒരു കുളം തന്നെയുണ്ട് ഞങ്ങളുടെ മണ്ണിക്കാടത്തി കുളം. ഇതാണ് ഞങ്ങളുടെ ഹിഡൻ സ്പോട്ട്. എല്ലാവരും വന്ന് ഇത് ഒരുപാട് പേർക്ക് അറിഞ്ഞു തുടങ്ങി. എന്നാൽ അറിയാത്ത ഒരുപാട് പേരുണ്ട്. വഴി ഏതാന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, അതിന് വഴിയും പറഞ്ഞത്. ഇത്രത്തോളം നല്ല തെളിഞ്ഞ വെള്ളത്തിലായിട്ട് എല്ലാവരും വന്ന് കുളിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഫാമിലീസ് വന്നുണ്ട് പോകുന്നുണ്ട്. ഈ വീഡിയോ പ്രത്യേകം ചെയ്യാനായിട്ട് നാട്ടുകാർ പറഞ്ഞിട്ടാനായിട്ട് ഞാൻ ചെയ്തത്. 1-2 പേര് എന്നോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യാവോ പഞ്ഞിക്കാരാന്ന് ചോദിച്ചു. ചെയ്യണേന് യാതൊരു മടി എനിക്കില്ല. കാരണം പൊയ്യനെ പറ്റി പറയാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പൊയ്യയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എല്ലാവരും അറിയിക്കണം എന്നാണ് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം. പൊയ്യപ്പോഴും എല്ലാവരോട് സ്വാഗതം, എല്ലാവർക്കും വന്നോളൂ ആസ്വദിച്ചോളൂ എന്ന് പറയാൻ മാത്രമേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും വന്നിട്ട് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ട് മാറരുത് മാത്രം അവരൊരു സങ്കടം എന്നോട് ബോധിപ്പിച്ചു. വേറൊന്നും ഉണ്ടല്ലേട്ടാ, പണ്ട് ഇവിടെ പഞ്ചായത്ത് വഴി നല്ലൊരു നടപ്പാത ഇവിടെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ വീട്ടുകാർ പറഞ്ഞ വഴി അങ്ങോട്ട് അടക്കേണ്ടി വന്നിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ അവർ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുന്നു. ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലേ, എപ്പോഴും പോസിറ്റീവാണ്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ല. നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണേ? അപ്പോൾ പലരും വരുമ്പോൾ ഇവിടെ വലം വെച്ച് വന്ന ഭാഗത്തൊക്കെ കയറി ആസ്വദിച്ച് വന്ന് ഈ വെള്ളത്തിൽ ചാടി രാത്രി നില പകൽ നില ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. എൻജോയ് ചെയ്യാനാണ് ഇത് മൊത്തത്തിൽ പഞ്ചായത്തിന് പണി തന്നത്. വഴി ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വഴി വന്നെങ്കിൽ പാടം തന്നെ കവർ ചെയ്ത് വന്നോട്ടെ. പാടത്തിലൂടെ ആസ്വദിച്ച് പാട്ടൊക്കെ പാടി താളം പിടിച്ച് വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എൻജോയ്മെന്റ് കൂടും. കാരണം വേറെ ഒന്നല്ല, ഇത്ര ദൂരം നടക്കുമ്പോഴേക്കും കഥകൾ കുറെ ഉണ്ടാവും പറയാനായിട്ട്. കൂടെ വന്നവന്മാരാണെങ്കിൽ വെള്ളത്തിൽ കിടന്ന് പിന്നെ കയറണില്ല. പോത്ത് വെള്ളത്തിൽ കിടക്കുന്ന ഇവിടെ നീരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാണ്ടല്ല വേറെ വൈബായിരിക്കും. മഴ പെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ആഘോഷമായി സന്തോഷമായി കുളിർമയായി. മഴയും കൂടി തണുപ്പത്തി വെള്ളത്തിൽ കിടക്കാനും അങ്ങോട്ട് കുശലം പറഞ്ഞിരിക്കാനൊക്കെ നല്ലൊരു രസമുണ്ട് ഇവിടെ. ഒരുപാട് കുട്ടികളെ കൂടെ നീന്തലടിക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് നീന്തൽ അറിയുന്നവരാണ് കൂടുതലും വന്നത്. നല്ല ആടുണ്ട് ഈ കുളത്തിന്. രാത്രി സമയങ്ങളിൽ ആരോടും വരില്ല എന്നൊന്ന് പ്രത്യേക അഭ്യർത്ഥന. കാരണം വേറെ ഒന്നല്ല, പാടം വഴി വരുമ്പോൾ നല്ല രീതിയിൽ പാമ്പുകൾ ഉണ്ടാവും രാത്രി. അതുകൊണ്ട് അതൊരു പ്രശ്നവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പകൽ വന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്തൊക്കെ പോകാനാണ് നാട്ടുകാരും ഞാനും പറയുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞു അല്ലേ, പൊയ്യെ വന്ന് എൻജോയ് ചെയ്യാ. പൊയ്യൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറ്റുന്നതൊക്കെ ഒന്ന് ആസ്വദിക്കാം. എന്ത് പറയാൻ പഞ്ഞിക്കാരൻ പോണേണ് സുലാൻ.